അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 18 ചൊവ്വാഴ്ച. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി റായ്ബറേലി ലോക്സഭാ മണ്ഡലം നിലനിർത്താൻ തീരുമാനിച്ചു. 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഒഴിയുന്ന വയനാട് മണ്ഡലത്തിൽ AICC ജനറൽ സെക്രട്ടറിയും രാഹുൽ ഗാന്ധിയുടെ സഹോദരിയുമായ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. ഈ തീരുമാനം 2 മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ തൃപ്തിപ്പെടുത്തുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഖാർഗെയ്ക്ക് പുറമെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, പ്രിയങ്ക ഗാന്ധി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. വയനാടുമായി വൈകാരികമായ ബന്ധമാണ് തനിക്കെന്ന് രാഹുൽ ഗാന്ധി. പാർട്ടി വ്യത്യാസമില്ലാതെ വയനാട്ടിലെ ഓരോരുത്തരും തന്നെ സ്നേഹിച്ചു. പ്രിയങ്ക വയനാട്ടിൽ വിജയിക്കുമെന്നും പ്രിയങ്കയ്ക്കൊപ്പം താനും വയനാടിന്റെ MP ആയിരിക്കുമെന്നും വയനാടിന് ഇനി 2 MP ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. വയനാട് ഒഴിയാനുള്ള തീരുമാനം എളുപ്പമായിരുന്നില്ലെന്നും ജീവനുള്ള കാലം വരെ വയനാട് മനസ്സിലുണ്ടാകുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. വയനാട്ടിൽ മത്സരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും നല്ല ജനപ്രതിനിധിയായിരിക്കാൻ പരിശ്രമിക്കുമെന്നും പ്രിയങ്ക ഗാന്ധി. രാഹുലിന്റെ അസാന്നിധ്യം ജനങ്ങൾക്ക് തോന്നാതിരിക്കാൻ ശ്രമിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ കന്യംഗത്തിനൊരുങ്ങുന്ന പ്രിയങ്ക ഗാന്ധി വ്യക്തമാക്കി. റെയിൽവേ സേഫ്റ്റി കമ്മീഷൻ ഡാർജിലിംഗ് ട്രെയിൻ ദുരന്തത്തിൽ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. അപകടസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും മന്ത്രി സഹായധനം പ്രഖ്യാപിച്ചു. ഡാർജിലിംഗിൽ ട്രെയിനുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 15 പേരാണ് മരിച്ചത്. 60 പേർക്ക് പരിക്കേറ്റു. മണിപ്പൂരിലെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്ന് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് നിർദ്ദേശിച്ചതിന് പിന്നാലെ സംഘർഷം തുടരുന്ന മണിപ്പൂരിൽ ചർച്ചയ്ക്ക് തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. അമിത്ഷാ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. കുക്കി, മെയ്തേ വിഭാഗങ്ങളുമായി കേന്ദ്ര ഉദ്യോഗസ്ഥർ ചർച്ച നടത്തും. നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും അമിത്ഷാ യോഗത്തിൽ നിർദ്ദേശിച്ചു. ആവശ്യമെങ്കിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനും യോഗത്തിൽ തീരുമാനമായി. പുതുക്കിയ 12ാം ക്ലാസ് പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ NCERT ബാബറി മസ്ജിദിന്റെ പേര് 3 മിനാരങ്ങളോടുകൂടിയ നിർമ്മിതി എന്ന് മാറ്റിച്ചേർത്തതിനെ ചരിത്ര വസ്തുതകളെ മറച്ചുപിടിക്കാനുള്ള നീക്കമെന്നും പാഠ്യപദ്ധതിയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ആരോപിച്ച് SFI ദേശീയ കമ്മിറ്റി. പഴയ പുസ്തകം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും SFI ദേശീയ സെക്രട്ടറി മയൂർ ബിശ്വാസ് വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ വൻ തോൽവിയുടെ പശ്ചാത്തലത്തിൽ ഗൌരവതരമായ തിരുത്തൽ നടപടികളിലേക്ക് CPM കടക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. പാർട്ടി വോട്ടുകളിൽ പോലും ചോർച്ചയുണ്ടായതായി ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അടുത്ത 3 ദിവസത്തെ സംസ്ഥാന സമിതിയിൽ നടക്കുന്ന ചർച്ച വിശദമായി കേട്ട ശേഷമാകും തുടർ നടപടി. സംസ്ഥാന സമിതിക്ക് ശേഷം വീണ്ടും സെക്രട്ടേറിയറ്റ് യോഗം ചേരും. ഈ യോഗത്തിലാകും തിരുത്തൽ നടപടികൾക്ക് രൂപം നൽകുക. പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇടതുപക്ഷം പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ BJPയിലേക്ക് പോകുമെന്നും അത് തടയാനാണ് മത്സരിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം AICC നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം. രാഹുൽ ഗാന്ധിക്ക് നന്ദിയെന്നും അദ്ദേഹത്തിന് പകരമായി AICC നിയോഗിച്ച പ്രിയങ്ക ഗാന്ധിക്ക് കേരളത്തിലേക്ക് സ്വാഗതമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ MP. കേരളത്തിലെ കോൺഗ്രസിനും വയനാട്ടിലെ ജനങ്ങൾക്കും രാഹുൽ ഗാന്ധി നൽകിയ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനും UDFനും തിളക്കമാർന്ന വിജയം നേടാൻ സാധിച്ചത് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്നും K സുധാകരൻ പറഞ്ഞു. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി BJP. രാഹുൽ ഗാന്ധി വയനാട്ടുകാരെ വിഡ്ഢികളാക്കിയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ നാണമില്ലായ്മയെന്നായിരുന്നു മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ വിമർശനം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ ബലിയാടാക്കിയെന്ന് BJP IT സെൽ മേധാവി അമിത് മാളവ്യയും കുറ്റപ്പെടുത്തി.
വയനാട്ടിൽ CPIയും ഇടതുമുന്നണിയും മത്സരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഇപ്പോഴില്ലെന്ന് CPI നേതാവും വയനാട്ടിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന ആനി രാജ. രാഹുൽ ഗാന്ധി തിടുക്കപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കുന്നയാളല്ലെന്നും വളരെ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുന്നയാളാണെന്നും അതിനാൽ വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് തന്നെ താൻ മറ്റൊരു സീറ്റിൽ കൂടി മത്സരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെന്നും ആ കാര്യം വയനാട് മണ്ഡലത്തിലെ ജനത്തോട് പറയാതിരുന്നത് നീതികേടാണെന്നാണ് താൻ വിമർശിച്ചതെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അവർ പറഞ്ഞു. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. വടകരയിലെ കാഫിർ പ്രയോഗം CPM സൃഷ്ടിയായിരുന്നുവെന്ന് തെളിഞ്ഞെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നടത്തിയ വർഗീയ പ്രചാരണത്തിന് പിന്നിൽ അറിയപ്പെടുന്ന CPM നേതാക്കൾ ആയിരുന്നുവെന്നും സംഘപരിവാറിനെ പോലും നാണിപ്പിക്കുന്ന വർഗീയ പ്രചാരണമാണ് CPM വടകരയിലും മലബാറിലും നടത്തിയതെന്നും സതീശൻ കുറ്റപ്പെടുത്തി. വർഗീയ പ്രചാരണം നടത്തിയവർ എത്ര ഉന്നതരായിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്നും പോലീസ് കർശന നടപടി എടുക്കുന്നില്ലെങ്കിൽ UDF ശക്തമായ പ്രക്ഷോഭം തുടങ്ങുമെന്നും VD സതീശൻ വ്യക്തമാക്കി. മണൽ മാഫിയയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കണ്ണൂരിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. വളപട്ടണം സ്റ്റേഷനിലെ 2 ASIമാരെയും ഒരു സിവിൽ പോലീസ് ഓഫീസറെയും സ്ഥലം മാറ്റി. വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണർ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയത്. K. അനീഴൻ, ഷാജി, കിരൺ എന്നിവർക്കെതിരെയാണ് നടപടി. മണൽ മാഫിയയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകി മാസപ്പിടി കൈപ്പറ്റി പിടിച്ചെടുത്ത ബോട്ടുകളുടെ യന്ത്രഭാഗങ്ങൾ കടത്തി തുടങ്ങിയ ഗുരുതരമായ കണ്ടെത്തലുകളാണ് വിജിലൻസ് റിപ്പോർട്ടിലുള്ളത്. വ്യാജ പാസ്പോർട്ട് കേസിലെ മുഖ്യപ്രതിയായ തുമ്പ സ്റ്റേഷനിലെ പോലീസുകാരൻ അൻസിൽ അസീസ് ഒളിവിൽ. സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ വീട്ടിൽ നിന്നും ഒളിവിൽ പോയെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. വ്യാജ പാസ്പോർട്ടിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. ഇതോടെ കേസുകളുടെ എണ്ണം 3 കൊല്ലം ചാത്തന്നൂരിൽ ദേശീയപാതയിൽ കാർ കത്തി മരിച്ചയാളെ തിരിച്ചറിഞ്ഞു. കല്ലുവാതുക്കൽ പാറയിൽ സ്വദേശി ജൈനു ആണ് മരിച്ചത്. തെളിവുകളും ശാസ്ത്രീയമായ പരിശോധനകളും അടിസ്ഥാനമാക്കിയാണ് മരിച്ചയാളെ തിരിച്ചറിഞ്ഞത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. തിരുവനന്തപുരത്ത് ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസറായ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. +2 വിദ്യാർത്ഥിനിയായിരുന്നു. സംഭവത്തിൽ പൂജപ്പുര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയുള്ള അധിക്ഷേപമാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ആരോപണമുയർന്നു. മാവേലിക്കര മണ്ഡലത്തിലെ നിയുക്ത MPയും കോൺഗ്രസ് നേതാവുമായ കൊടിക്കുന്നിൽ സുരേഷിനെ ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി തെരഞ്ഞെടുത്തു. MPമാരുടെ സത്യപ്രതിജ്ഞ ഉൾപ്പെടെ കൊടിക്കുന്നിൽ സുരേഷിന്റെ അധ്യക്ഷതയിലാകും നടക്കുക. ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എതിർത്ത CPMന്റെ പഴയ നിലപാടിനെ പരോക്ഷമായി പരിഹസിച്ച് CPM നേതാവും KTDC ചെയർമാനുമായ PK ശശി. ട്രാക്ടർ വന്നപ്പോൾ പോത്തിനെ ഉപയോഗിച്ച് തന്നെ പണിയെടുക്കണമെന്ന വാദം ഉയർന്ന നാടാണ് നമ്മുടേതെന്നും ഇന്ന് ആരെങ്കിലും പോത്തിലേക്ക് തിരിച്ചു പോകണമെന്നും കമ്പ്യൂട്ടർ വേണ്ടെന്നും പറഞ്ഞാൽ അവരെ ജനം ചങ്ങലക്കിട്ട് ആശുപത്രിയിലാക്കുമെന്നും ശശി പറഞ്ഞു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. മുൻ കർണാടക മുഖ്യമന്ത്രി BS യെദ്യൂരപ്പയെ പോക്സോ കേസിൽ 3 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഫെബ്രുവരി 2 ബാംഗ്ലൂരിലെ ഡോളേസ് കോളനിയിലുള്ള വസതിയിൽ അമ്മയോടൊപ്പം പരാതി നൽകാനെത്തിയ 17-കാരിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നാണ് യെദ്യൂരപ്പയ്ക്ക് എതിരെയുള്ള കേസ്. ചോദ്യം ചെയ്യലിന് ഹാജരാകവെ താൻ കുറ്റം ശക്തമായി നിഷേധിക്കുന്നുവെന്നും അസത്യ പ്രചാരണത്തിനെതിരെ നിയമപരമായി നീങ്ങുമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. ജമ്മുകാശ്മീരിലെ റിയാസിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ അന്വേഷണ ചുമതല NIAക്ക് കൈമാറി. ഈ മാസം 9 നടന്ന ഭീകരാക്രമണത്തിൽ 9 തീർത്ഥാടകർക്കാണ് ജീവൻ നഷ്ടമായത്. റിയാസിലെ ശിവഗോരി ക്ഷേത്രത്തിൽ നിന്നും ഖത്രയിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് ആക്രമിക്കപ്പെട്ടത്. ഭീകരർ വെടിയുതിർത്തതോടെ നിയന്ത്രണം വിട്ട ബസ് പാറയിടുക്കിലേക്ക് മറിയുകയായിരുന്നു. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ദില്ലി തുടങ്ങിയ ഇടങ്ങളിലെ തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. എയർ ഇന്ത്യ ബാംഗ്ലൂരു സാൻ ഫ്രാൻസിസ്കോ വിമാനത്തിൽ യാത്രക്കാരന് വിളമ്പിയ ഭക്ഷണത്തിൽ ബ്ലേഡ്.
വിമാനത്തിൽ യാത്ര ചെയ്ത മാത്തുറസ് പോൾ എന്ന യാത്രക്കാരനാണ് ഭക്ഷണത്തിൽ നിന്ന് ബ്ലേഡ് കിട്ടിയതായി എക്സിൽ കുറിപ്പ് പങ്കുവച്ചത്. ബ്ലേഡിന്റെ ചിത്രം ഉൾപ്പെടെ യാത്രക്കാരൻ പങ്കുവെക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഫ്ലൈറ്റ് ജീവനക്കാരെ വിവരം അറിയിച്ചപ്പോൾ മാപ്പ് പറയുകയും മറ്റൊരു വിഭവം നൽകിയെന്നും ഇദ്ദേഹം പറഞ്ഞു. കേറ്ററിംഗ് കമ്പനിയിൽ നിന്നുണ്ടായ വീഴ്ചയാണെന്നും നടപടികൾ സ്വീകരിച്ചതായും എയർ ഇന്ത്യയുടെ ചീഫ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഓഫീസർ രാജേഷ് ദോഗ്ര അറിയിച്ചു. കർണാടകയിൽ ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധിക്കുന്നതിനിടെ BJP നേതാവ് കുഴഞ്ഞു വീണു മരിച്ചു. ശിവമൊഗ്ഗയിലെ BJP പ്രതിഷേധത്തിനിടെയാണ് സംഭവം. മുൻ MLC MB ഭാനുപ്രകാശാണ് മരിച്ചത്. തെലങ്കാന മേദക്കിലെ സംഘർഷത്തിൽ 8 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘർഷമുണ്ടാക്കാൻ ശ്രമിച്ചതിനും അക്രമത്തിന് നേതൃത്വം നൽകിയതിനുമാണ് അറസ്റ്റ്. നേരത്തെ BJP ജില്ലാ അധ്യക്ഷനടക്കം 13 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. UAEയിൽ ഞായറാഴ്ച രേഖപ്പെടുത്തിയത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന താപനിലയായ 49.4 ഡിഗ്രി സെൽഷ്യസ്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് രാജ്യത്ത് ഏറ്റവും ഉയർന്ന താപനില രേഖപ്പെടുത്തിയത് അലൈനിലെ സ്വീഹാനിലാണ്. യുദ്ധത്തിന് മേൽനോട്ടം വഹിച്ചിരുന്ന ഇസ്രയേൽ യുദ്ധമന്ത്രിസഭയെ ബെഞ്ചമിൻ നെതന്യാഹു പിരിച്ചുവിട്ടു. 6 അംഗ യുദ്ധ മന്ത്രിസഭയാണ് നെതന്യാഹു പിരിച്ചുവിട്ടത്. കഴിഞ്ഞ ദിവസം നടന്ന രാഷ്ട്രീയ സുരക്ഷാ ക്യാബിനറ്റ് യോഗത്തിലാണ് നെതന്യാഹു തീരുമാനം പ്രഖ്യാപിച്ചതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ കേന്ദ്രമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. തെരഞ്ഞെടുപ്പ് ജയത്തിൽ അമിത്ഷായെ അഭിനന്ദിച്ചതായി ഗംഭീർ പറഞ്ഞു. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അമിത്ഷായുടെ നേതൃത്വം രാജ്യത്തിന്റെ സുരക്ഷയും സ്ഥിരതയും ശക്തമാക്കുമെന്ന് ഗംഭീർ ട്വീറ്റ് ചെയ്തു. BJPയുടെ മുൻ MP ആയിരുന്ന ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകരാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഇഗോർ സ്റ്റിമാച്ചിനെ പുറത്താക്കി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ. 2026 ഫിഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ടീം 3ാം റൗണ്ടിൽ കടക്കാതെ പുറത്തായതിന് പിന്നാലെയാണ് തീരുമാനം. 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ പാപ്പുവ ന്യൂഗിനിയയ്ക്കെതിരെ ന്യൂസിലാൻഡിന് 7 വിക്കറ്റിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത പാപ്പുവ ന്യൂഗിനിയ 78 റൺസിൽ എല്ലാവരും പുറത്തായി. 4 ഓവറിൽ റൺസൊന്നും വിട്ടുകൊടുക്കാതെ 3 വിക്കറ്റ് എടുത്ത് ചരിത്ര നേട്ടം കുറിച്ച ന്യൂസിലാൻഡിന്റെ ലോക്കി ഫെർഗൂസനാണ് പാപ്പുവ ന്യൂഗിനിയയുടെ നടുവടിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ന്യൂസിലാൻഡ് 12.2 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ലക്ഷ്യത്തിലെത്തി. യൂറോ കപ്പ് ഫുട്ബോളിൽ യുക്രൈനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി റൊമാനിയ. തുടക്കം മുതൽ തന്നെ ആക്രമിച്ചു കളിച്ച റൊമാനിയ റാങ്കിങ്ങിൽ ഏറെ മുന്നിലുള്ള യുക്രൈനെതിരെ ആധികാരിക വിജയമാണ് നേടിയത്. മറ്റൊരു മത്സരത്തിൽ ലോക 3ാം നമ്പറുകാരായ ബെൽജിയത്തെ 1 ഗോളിന് കീഴടക്കി റാങ്കിങ്ങിൽ 48ാം സ്ഥാനത്തുള്ള സ്ലോവാക്യ യൂറോ കപ്പ് തുടക്കം ഗംഭീരമാക്കി. മത്സരത്തിലുടനീളം തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത സ്ലോവാക്യൻ പ്രതിരോധത്തിന് അവകാശപ്പെട്ടതാണ് ഈ വിജയം. തങ്ങളുടെ ആദ്യ മത്സരത്തിൽ ഓസ്ട്രിയക്കെതിരെ സെൽഫ് ഗോളിൽ രക്ഷപ്പെട്ട് ലോകകപ്പ് റണ്ണറപ്പുകളായ ഫ്രാൻസ്. സൂപ്പർ താരങ്ങൾ അണിനിരന്ന ഫ്രഞ്ച് നിരക്കെതിരെ മികച്ച കളി പുറത്തെടുത്ത ഓസ്ട്രിയ മറുപടിയില്ലാത്ത 1 ഗോളിന് കീഴടങ്ങുകയായിരുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.